വീഡിയോ എടുക്കാനുള്ള കോൺഫിഡന്റ് ഉണ്ട്, പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ ഒറ്റ ടേക്കിൽ തന്നെ പറയാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അതങ്ങ് ബ്രേക്കായി പോവുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകുക, അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം മറന്നു പോവുക. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? ഇങ്ങനെ ആകുമ്പോൾ വീഡിയോ വീണ്ടും 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 നിങ്ങൾക്ക് എടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. സമയം ഒരുപാട് ചെലവാകും. എന്നാൽ ഒരൊറ്റ ടേക്കിൽ എത്ര വലിയ മാറ്റർ ആണെങ്കിലും തെറ്റാതെ, കൺഫ്യൂഷൻ ആകാതെ, മറന്നു പോകാതെ വീഡിയോ എടുക്കാനുള്ള ഒരു ട്രിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ അധികം പ്രയോജനം ചെയ്യും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ ആപ്ലിക്കേഷന്റെ ഡയറക്റ്റ് ലിങ്ക് FTM ക്രിയേഷന്റെ യൂട്യൂബ് ചാനലിൽ ഇതേ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ഡയറക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ IND ന്യൂസ് ഫോക്കസ് എന്ന് സ്പേസ് ഇടാതെ സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. അങ്ങനെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഈ ഒരു സൈറ്റ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിങ്ങൾ ഈ ഒരു തംബ്നെയിൽ കണ്ടെത്തുക. വീഡിയോ എടുക്കുമ്പോൾ പറയാനുള്ളത് തെറ്റിപ്പോകില്ല, സ്ക്രീനിൽ കണ്ടുകൊണ്ട് റെക്കോർഡ് ചെയ്യാം എന്ന ഈ ഒരു തംബ്നെയിൽ. താഴെ റീഡ് മോർ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴേക്ക് വരാൻ സാധിക്കും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദ ആപ്പ്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് താഴേക്ക് വരാൻ സാധിക്കും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇംഗ്ലീഷിൽ എഴുതിയതായിട്ട് കാണാൻ സാധിക്കും ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദ ആപ്പ് എന്ന്. അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കാണാം, ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു തംബ്നെയിൽ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ ഇടതുവശത്ത് മുകളിൽ നിങ്ങൾക്കൊരു 3 ലൈൻസ് കാണാൻ സാധിക്കും ഈ വെബ്സൈറ്റിൻ്റെ മുകളിൽ. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സെർച്ച് ബാർ നിങ്ങൾക്ക് കിട്ടും. അവിടെ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ടെക്സ്റ്റ് ഓട്ടോ റീഡർ എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഞാൻ ഈ കാണിച്ച തംബ്നെയിൽ കാണാൻ സാധിക്കും. അവിടെ തന്നെ താഴെ റീഡ് മോർ എന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ഞാൻ കാണിച്ച പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കും. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നൽകിയിട്ടുള്ള കുറച്ച് ടെക്സ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കത് ആവശ്യമില്ല. ഇവിടെ അത് പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടൈറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുക്കാം. ഇവിടെ കണ്ടൻറ്റ് എന്ന ഭാഗത്ത് ഇവർ തന്ന ഇംഗ്ലീഷ് വേർഡ് മൊത്തത്തിൽ മാർക്ക് ചെയ്തിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ കോപ്പി ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, മലയാളത്തിൽ തന്നെ ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ കണ്ടോ ഒരു ഐക്കൺ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സേവ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആ ഒരു ടൈപ്പ് ചെയ്തത് സേവ് ആയിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്കൊരു ക്യാമറയുടെ ഐക്കൺ ഉണ്ട്. ഇവരുടെ ക്യാമറ വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ക്യാമറ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഞാൻ തൽക്കാലം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാണ്. അത് നമുക്കൊന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കളറിൻ്റെ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആവശ്യമുള്ള കളർ ടെക്സ്റ്റിൽ നിങ്ങൾ കൊടുക്കുക. ഇനി ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഇതുപോലെ ചേഞ്ച് ആക്കാം. ഓക്കെ, അതുപോലെ തന്നെ താഴെ ഒപ്പാസിറ്റി, ഇതിൻ്റെ ഒപ്പാസിറ്റി നിങ്ങൾക്ക് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻ മൂന്നാമതായിട്ട് തന്നിട്ടുള്ള ആ ഒരു ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അതിനുശേഷം താഴെ ഇവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഓക്കെ, ആ സ്റ്റൈൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി ഈ പെന്നിൻ്റെ ഐക്കണിൽ വീണ്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി റൊട്ടേറ്റ് ആവും. ഇവിടെ ഫ്ലിപ്പ് എന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലും താഴെയും ഏത് ഭാഗത്താണ് വേണ്ടത് അത് കൊണ്ടുവരാം. പിന്നെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫോണ്ട് സൈസ് നിങ്ങൾക്ക് കൂട്ടാം. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ പ്ലേ ചെയ്യാണ്. ഇപ്പോൾ ആ ഒരു ടൈപ്പ് ചെയ്തത് മുകളിലായിട്ട് പോകുന്നുണ്ടല്ലോ, അതിൻ്റെ സൈസ് നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് കൂട്ടാൻ സാധിക്കും. ഇനി ഇത് സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ സ്പീഡ് ഇത് കണ്ടോ, മെല്ലെയാണ് ഇത് പോകുന്നത്. നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാം, ഇതുപോലെ സ്പീഡ് കൂട്ടാം. ഇനി സ്പീഡ് കുറക്കാം, ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ കൗണ്ട് ഡൗൺ ടൈം നേരത്തെ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ 3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണല്ലോ ഇത് ഓപ്പൺ ആയത്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ
ടൈം നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ പെൻ്റെ ഐക്കൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഇവിടെ ഫ്ലോട്ടിംഗ് എന്ന ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഒരു പെർമിഷൻ ഇവിടെ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആപ്ലിക്കേഷൻ്റെ പേര് കാണാം, അവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പരസ്യങ്ങൾ വരുമ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഈ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് വീണ്ടും ഇവിടെ ഈ ഒരു ഫ്ലോട്ടിംഗ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണിക്കുക. ഇവിടെ മുകളിൽ ഒരു ഐക്കൺ ഉണ്ട്, നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്തു പോകാനുള്ള ഐക്കണാണ്. ഓക്കെ, ഇവിടെ കണ്ടോ ഈ ഒരു ഐക്കൺ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് വലിപ്പം കൂട്ടുവാനും കുറക്കുവാനും എവിടെ വേണമെങ്കിലും സ്ക്രീനിൻ്റെ എവിടെ വേണമെങ്കിലും ഇങ്ങനെ കൊണ്ടുവെക്കാനും സാധിക്കും. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് പുറത്തു പോകാം. ഇനി നമുക്ക് ഇതിപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് വലിപ്പം കൂട്ടാനും കുറക്കാനും ഒക്കെ സാധിക്കും. ഇവിടെ നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത് വായിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യാം. എങ്ങനെ റെക്കോർഡ് ചെയ്യാം നോക്കാം. ഞാനിത് പ്ലേ ചെയ്യാണ്. ഓക്കെ, ആദ്യം ഇത് പ്ലേ ചെയ്യാം. ഇപ്പോൾ 3 സെക്കൻഡ് ഞാൻ കൗണ്ടിങ് വെച്ചിട്ടുണ്ട്. 3 സെക്കൻഡ് ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സ്ക്രോൾ ആവും. ഇവിടെ നമ്മുടെ ക്യാമറ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാം. ഇത് നമുക്ക് വായിക്കാനും സാധിക്കും. നമ്മൾ എന്താണോ എഴുതിയത് അത് വായിച്ചുകൊണ്ട് നമുക്ക് തെറ്റാതെ ഒരൊറ്റ ടേക്കിൽ എത്ര വലിയ മാറ്ററും ഇതുപോലെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഇതുപോലെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതും റൊട്ടേറ്റ് ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ക്യാമറ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആ സംഭവം ഇങ്ങനെ സ്ക്രോളായിട്ട് പോകുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് റെക്കോർഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ്, പോർട്രേറ്റ് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ്, അങ്ങനെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അധിക കണ്ടൻറ് ക്രിയേറ്ററും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് സമയവും ലാഭമാണ്. അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് അവർക്ക് എത്ര വലിയ മാറ്ററും വായിച്ചിട്ട് അവരുടെ ലാംഗ്വേജിൽ അവർക്ക് റെക്കോർഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.